In figure, BEST is a parallelogram. Find the values of x, y and z. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി തന്നെ നമുക്കറിയാം ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പം നേരിട്ട് നമുക്ക് എഴുതാം എന്തെന്ന്, എക്സ് ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. എപ്പോഴും റീസൺ എഴുതണം. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ഇവിടെ 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം സെഡിനെ. സെഡിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക? നമുക്കറിയാം ഒരു പാരലലോഗ്രാമിൻ്റെ എഡ്ജസൻ ആംഗിൾസ് വിൽ ബി സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിൾസും ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇയാളെയും ആഡ് ചെയ്തിട്ട് 180 ഡിഗ്രി എടുക്കാം, ഇല്ലെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂയും സെഡും കൂടി ആഡ് ചെയ്തിട്ട് 180 ഡിഗ്രി എടുക്കാം. അപ്പോൾ ഞാൻ എക്സ് പ്ലസ് സെഡ് ആണ് എഴുതണേ. So x plus z is equal to 180 degree. Reason adjacent angles are supplementary. Okay, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? 100 ഡിഗ്രി പ്ലസ് z is equal to 180 degree. Now we have to find z. Then z is equal to 180 degree minus 100 ഡിഗ്രി. അത് എത്രയാണ് കൂട്ടുകാരെ? 80 ഡിഗ്രി. അപ്പോൾ സെഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 80 ഡിഗ്രി. ഇനി ആരെ കാണണ്ടേ? വൈ. ഒന്ന് നോക്കി നോക്കൂ, ഈ രണ്ടും ലീനിയർ പെയർ അല്ലേ, സെഡും വൈയും. എന്താ ലീനിയർ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ആംഗിളിൽ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസ്, അവരുടെ സമ്മും എത്രയായിരിക്കും? 180 ഡിഗ്രി. അപ്പം നമുക്ക് എഴുതാം സെഡ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ലീനിയർ പെയർ. ഓക്കെ, അങ്ങനെ സെഡിൻ്റെ വാല്യൂ എത്രയാണ്? 80 ഡിഗ്രി. Plus y equal to 180 degree. Therefore, y is equal to 180 degree minus 80 degree, which is equal to 100 degree. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? അവർ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സും വൈയും സെഡ് എല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ കൺക്ലൂഷൻ എന്ത് എഴുതണം? Therefore, x is equal to 100 degree, y is equal to 100 degree, and z is equal to 80 degree.